ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് നിർബന്ധമായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മേഖല മൊത്തത്തിൽ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് താരതമ്യേന പുതുതായിട്ട് കടന്നു വന്ന രണ്ട് ഇൻസ്ട്രുമെന്റുകളാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അഥവാ റീറ്റ്സും, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അഥവാ ഇൻവിറ്റ്സും. നമുക്കറിയാം, ഒരു മെട്രോ സിറ്റിയിൽ ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു റെന്റഡ് അപ്പാർട്ട്മെന്റോ സ്വന്തമാക്കുക എന്നത് ഒരു ശരാശരി ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതേപോലെ തന്നെയാണ് റോഡുകൾ, പാലങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുക എന്നതും വൻ തുക ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് വലിയ തുക മുടക്കാതെ വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ റോഡുകളോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലോ ചെറിയ തുകയ്ക്ക് നിക്ഷേപം നടത്താൻ സഹായിക്കുന്ന വഴികളാണ് റീറ്റ്സും ഇൻവിറ്റ്സും. അപ്പോൾ എന്താണ് റീറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, റീറ്റ്സ് അഥവാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ്, അതായത് ഓഫീസ് കെട്ടിടങ്ങൾ, മാളുകൾ, IT പാർക്കുകൾ, അവിടെയൊക്കെയാണ് ഇവർ നിക്ഷേപം നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഒരു കമ്പനി ധാരാളം വാടക ലഭിക്കുന്ന വലിയ കെട്ടിടങ്ങൾ വാങ്ങുന്നു. അപ്പോൾ നിക്ഷേപകർക്ക് ഇതിൻ്റെ യൂണിറ്റുകൾ വാങ്ങാൻ കഴിയും. അപ്പോൾ ഈ കെട്ടിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാടക അത് ലാഭവിഹിതമായിട്ട് അല്ലെങ്കിൽ ഡിവിഡൻഡായിട്ട് നിക്ഷേപകർക്ക് കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു രീതി. ഇതേപോലെ തന്നെ ഇൻവിറ്റ്സ് അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയുന്നതും ഇവിടെ ഇവർ നിക്ഷേപിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലാണ്. ഉദാഹരണത്തിന് ഹൈവേ നിർമ്മിച്ച് അതിൽ നിന്നുള്ള ടോൾ വരുമാനം, അതുപോലെ പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ ഉപയോഗിച്ച് അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന അത് കൺസ്യൂം ചെയ്യുന്ന കമ്പനികൾ കൊടുക്കുന്ന ചാർജാണ് അവിടെയുള്ള വരുമാനമാർഗം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 90% നിക്ഷേപകർക്ക് വീതിച്ച് നൽകണമെന്ന് നിയമമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഡിവിഡൻഡ് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ലാഭവിഹിതം നിർബന്ധമായി കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് റീറ്റ്സിലും ഇൻവിറ്റ്സിലും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ആ നടത്തുന്ന കമ്പനികളുടെ ക്രെഡിബിലിറ്റി. കാരണം അവരെങ്ങനെ വിശ്വസിക്കും, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എത്രമാത്രം നല്ലതാണ്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടേ എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം ഉണ്ടാകാം. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ റീറ്റ്സുകളും ഇൻവിറ്റുകളും സെബിയുടെ അഥവാ നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ശക്തമായ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ റീറ്റ്സും ഇൻവിറ്റ്സും ഉള്ളത്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ്. അപ്പോൾ ഈ നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി സെബി കർശനമായ നിയമങ്ങൾ ഇപ്പോൾ റീറ്റ്സ് റെഗുലേഷൻ 2014 വഴിയും അതുപോലെ ഇൻവിറ്റ്സ് റെഗുലേഷൻ 2014 വഴിയും ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീറ്റ്സിലായാലും ഇൻവിറ്റ്സിലായാലും അവർക്ക് ലഭിക്കുന്ന ആകെ ലാഭത്തിൻ്റെ, അതായത് നെറ്റ് ഡിസ്ട്രിബ്യൂട്ടബിൾ ക്യാഷ് ഫ്ലോ അഥവാ NDCF, ഈ ക്യാഷ് ഫ്ലോയിൽ നിന്ന് കുറഞ്ഞത് 90% നിക്ഷേപകർക്ക് ഡിവിഡൻഡായോ പലിശയായോ നൽകിയിരിക്കണം. അതുപോലെ ഇങ്ങനെ നൽകുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ പലിശ അത് വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2 തവണയെങ്കിലും വിതരണം ചെയ്തിരിക്കണം. അതുപോലെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു അസറ്റ് അലോക്കേഷൻ അവരുടെ ആകെ ആസ്തിയുടെ 80% അത് വാടക ലഭിക്കുന്ന പണി പൂർത്തിയായ കെട്ടിടങ്ങളിലായിരിക്കണം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ക്ലോസ് ആണ്. കാരണം നമുക്കറിയാം, ഈ റെന്റഡ് ഇൻകം അല്ലെങ്കിൽ ഈ ഇൻവിറ്റ്സിൽ നിന്ന് ലഭിക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജുകൾ, ടോൾ പിരിവുകൾ, ഇതൊക്കെയാണ് വരുമാന മാർഗം. അപ്പോൾ ഈ വരുമാന മാർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഓൾറെഡി ഇത്തരത്തിലുള്ള റെന്റഡ് ലഭിക്കാൻ സാധ്യതയുള്ള അസറ്റുകളിൽ നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഭൂമി വാങ്ങുന്നു, അവിടെ നിന്ന് യാതൊരുവിധ ഇൻകമും ലഭിക്കുന്നില്ല. അപ്പോൾ അത്തരം റിയൽ എസ്റ്റേറ്റിൽ ഈ റീറ്റ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം 80% ഇത്തരത്തിലുള്ള ഫിക്സഡ് ഇൻകം റിട്ടേൺ ലഭിക്കുന്ന അസറ്റ് ക്ലാസ്സിൽ നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എന്നാൽ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഇപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന പ്രൊജക്റ്റുകളിൽ 20% മാത്രമേ ഇവർക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് വലിയ തോതിൽ മിനിമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഫിക്സഡ് ഇൻകം അവിടെ അഷ്യൂർ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ സാധാരണഗതിയിൽ ഏതൊരാൾക്കും പോയിട്ട് ഒരു റീറ്റ്സ് അല്ലെങ്കിൽ ഇൻവിറ്റ്സ് തുടങ്ങാൻ കഴിയില്ല. കാരണം അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ആ മൊത്തം അസറ്റ് വാല്യൂ 500 കോടിക്ക് മുകളിലെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ പുതിയ ഈ SME മാർക്കറ്റിൽ റീറ്റ്സ് ഉണ്ട്, ആ നിയമപ്രകാരം 25 കോടി മതിയാവും. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് SM റീറ്റ്സിനെ കുറിച്ചല്ല, വലിയ അസറ്റ് കൈകാര്യം ചെയ്യുന്ന റീറ്റ്സിനെ കുറിച്ചും ഇൻവിറ്റ്സിനെ കുറിച്ചുമാണ്.
അപ്പോൾ മുമ്പൊക്കെ ഈ റീറ്റ്സും ഇൻവിറ്റ്സും ഒരു ശരാശരി ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ തുക നിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സെബി ആ നിയമങ്ങളിൽ ലഘൂകരിച്ചു. കാരണം അവിടെ മുമ്പ് ലോട്ട് സൈസ് ഒക്കെ ഉണ്ടായിരുന്നു. മിനിമം ഇത്ര ലോട്ട് യൂണിറ്റ് എടുക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അത്തരത്തിലുള്ള നിബന്ധനകളില്ല. നിങ്ങൾക്ക് ഒരു യൂണിറ്റ് പോലും വാങ്ങാൻ പറ്റും. അതായത് ഒരു 100 രൂപയ്ക്ക് നമുക്കൊരു റിയൽ എസ്റ്റേറ്റ്, ഈ പറയുന്ന കമേഴ്ഷ്യൽ മാളോ അതേപോലെ ഒരു ടോൾ പിരിവ് ലഭിക്കുന്ന ഒരു റോഡ് പ്രൊജക്റ്റിലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ റീറ്റ്സ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻവിറ്റ്സ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടമെടുക്കാൻ സാധിക്കും. പക്ഷെ ആ കടം മൊത്തം അവരുടെ ആസ്തിയുടെ 49% കൂടാൻ പാടില്ല. അപ്പോൾ അതിൽ കൂടുതൽ അവർ കടമെടുക്കണമെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗും അതുപോലെ യൂണിറ്റ് ഹോൾഡർമാരുടെ അനുമതിയും വേണം. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു റീറ്റ്സിൻ്റെയും ഇൻവിറ്റ്സിൻ്റെയും മാനേജ്മെൻറ്റ് അവരുടെ ആസ്തികളുടെ മൂല്യം അഥവാ നെറ്റ് അസറ്റ് വാല്യൂ NAV അവർ വർഷത്തിൽ 2 തവണ ഒരു അംഗീകൃത ഓഡിറ്റേഴ്സിനെ കൊണ്ട് കൃത്യമായി ഓഡിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്ന് നിബന്ധനയുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് സെബിയുടേതുള്ളത്, ഇത് സ്പോൺസർ ചെയ്യുന്ന ആ ട്രസ്റ്റ് അവർ നിർബന്ധമായിട്ടും ഒരു നിശ്ചിത ശതമാനം യൂണിറ്റുകൾ കൈവശം വെക്കണമെന്ന് നിയമമുണ്ട്. കാരണം ഈ പ്രൊജക്റ്റുകൾ പൂർണ്ണമായിട്ടും പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഫണ്ട് റൈസ് ചെയ്തുകൊണ്ട് നടത്താൻ കഴിയില്ല. മിനിമം ഈ സ്പോൺസർക്ക് അല്ലെങ്കിൽ ഈ പ്രൊമോട്ടർക്ക് ഇത്ര ഹോൾഡിംഗ് വേണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ സെബി നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓഹരി വിപണിയിലെ പോലെ തന്നെ ഇതിൻ്റെ ആ യൂണിറ്റ് വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ഫ്ലക്ച്വേഷൻസ് സ്വാഭാവികമായിട്ടുണ്ടാകും. അത് മാർക്കറ്റ് റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ഗോൾഡ് ETF നമ്മൾ വാങ്ങാറുണ്ട്. അത് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിക്ക് വിധേയമാണ്. ഇതേപോലെ തന്നെയാണ് റീറ്റ്സിൻ്റെയും ഇൻവിറ്റ്സിൻ്റെയും ഓഹരികൾ നമ്മൾ വാങ്ങുമ്പോൾ അവിടെ മാർക്കറ്റ് റിസ്ക് ഉണ്ട്. എന്നാൽ അത് വളരെയധികം മിനിമൈസ് ചെയ്യപ്പെട്ട രീതിയിലാണ് നമുക്കത് കാണാൻ കഴിയുക. ഇനി നമ്മൾ പ്രധാനപ്പെട്ട റീറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 4 പ്രധാനപ്പെട്ട റീറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്ന് എംബസി ഓഫീസ് പാർക്കാണ്. ഇവർ പ്രധാനമായിട്ട് കമേഴ്ഷ്യൽ ഓഫീസ് സ്പേസിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു റീറ്റ്സ് ആണ്. ബാംഗ്ലൂർ, ബോംബെ, പൂനെ, അതുപോലെ ഡൽഹി അഥവാ NCR നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രവർത്തന മേഖലയാണ് എംബസി ഓഫീസ് പാർക്കിനുള്ളത്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട റീറ്റ്സ് ആണ് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ്. ഇവരും കമേഴ്ഷ്യൽ ഓഫീസ് സ്പേസിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. മുംബൈ, ഹൈദരാബാദ്, പൂനെ, ചെന്നൈ എന്നിവിടങ്ങളിലാണ് ഇവരുടെ പാർക്കുകളും കാണാൻ കഴിയുക. ഇതേപോലെ ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ റീറ്റ്സ്, ഇവരും കമേഴ്ഷ്യൽ ഓഫീസ് സ്പെഷ്യലൈസ് ചെയ്തവരാണ്. മുംബൈ, ഗുരുഗ്രാം, നോയിഡ, കൽക്കത്തയിലൊക്കെ ഇവരുടെ ഈ കമേഴ്ഷ്യൽ ഓഫീസുകൾ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റീറ്റ്സ് ആണ് നെക്സസ് സെലക്ട് ട്രസ്റ്റ് എന്ന് പറയുന്ന റീറ്റ്സ്. ഇവർ റീറ്റെയിൽ മാളുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 14ഓളം സിറ്റികളിൽ 17ഓളം മാളുകളാണ് ഇവർ പാൻ ഇന്ത്യ ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ റീറ്റ്സിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എംബസിയുടെ റിട്ടേൺ ടോട്ടലായിട്ട് ഡിവിഡൻറ്റും അതേപോലെ ഇതിൻ്റെ അപ്രിസിയേഷനും, അതായത് ഇത് നമ്മൾ വാങ്ങിച്ച പ്രൈസിൽ നിന്നും ഇതിൻ്റെ പ്രൈസ് കൂടുകയും ചെയ്യും, അതേസമയം ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 28% മുതൽ 30% വരെയുള്ള റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ളത്. ഡിവിഡൻഡ് ഈൽഡ് മാത്രം 6.5% മുതൽ 7% ആണ്. അതുപോലെ മൈൻഡ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 25% മുതൽ 29% വരെ റിട്ടേൺ കഴിഞ്ഞ വർഷം നൽകിയതായിട്ട് കാണാം. അതുപോലെ 5.5% മുതൽ 6% വരെ ഡിവിഡൻഡ് ഈൽഡുമുണ്ട്. അതുപോലെ ബ്രൂക്ക്ഫീൽഡ് നോക്കുകയാണെങ്കിൽ 26% മുതൽ 30% വരെ റിട്ടേൺ ലഭിച്ചിട്ടുണ്ട്. അവിടെയും 6.8% മുതൽ 7.5% റിട്ടേൺ കാണാം. ഇതുപോലെ നെക്സസ് സെലക്റ്റിൽ 22% മുതൽ 24% വരെ റിട്ടേൺ ലഭിച്ചതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2025 റീറ്റ്സ് സെക്ടറിൽ ആകെ ഏകദേശം 29% റിട്ടേൺ ലഭിച്ചതായിട്ട് കാണാം, ആവറേജ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് നിഫ്റ്റി 50 നൽകിയ റിട്ടേണിനേക്കാൾ എത്രയോ കൂടുതലാണ്. കാരണം നിഫ്റ്റിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ ഏകദേശം 10% മാത്രമാണ്. അപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റീറ്റ്സിൽ ഇത്ര വലിയ ഡിമാൻഡ് ഉയരാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ NAV നമ്മൾ പ്രൈസുമായിട്ടൊന്ന് എപ്പോഴും കമ്പയർ ചെയ്യണം. ഇപ്പോൾ എംബസി റീറ്റ്സിൻ്റെ പലപ്പോഴും അതിൻ്റെ NAV താഴെയോ അതിനടുത്തോ ആണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അതുപോലെ മൈൻഡ് സ്പേസിൻ്റെയും ബ്രൂക്ക്ഫീൽഡിൻ്റെയും പ്രൈസ് NAVയേക്കാൾ കുറച്ച് കൂടുതലാണെന്ന് കാണാം. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീറ്റ്സിൽ ഏറ്റവും അധികം ഡിവിഡൻഡ് ഈൽഡ് നൽകിയിട്ടുള്ളത് ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ റീറ്റ്സ് ആണ്. എന്നാൽ വളർച്ച കൂടുതൽ കാണിക്കുന്നത് മൈൻഡ് സ്പേസും എംബസിയുമാണെന്ന് കാണാം. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നത് നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. കാരണം നമ്മൾ റെഗുലറായിട്ടുള്ള ഡിവിഡൻഡ് മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉയർന്ന ഈൽഡുള്ള ബ്രൂക്ക്ഫീൽഡ് നോക്കാവുന്നതാണ്. അതല്ല കൂടുതൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്ന സുരക്ഷിതത്വമാണ് വേണ്ടതെങ്കിൽ എംബസി പോലെയുള്ള റീറ്റ്സും സെലക്ട് ചെയ്യാവുന്നതാണ്.
ഇനി നമ്മൾ ഇൻവിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻവിറ്റ്സിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പവർ സെഗ്മെന്റിലുള്ള ഒരു ഇൻവിറ്റാണ് ഇന്ത്യ ഗ്രിഡ്. അതിൻ്റെ റിട്ടേൺ ഏകദേശം 25.6% ആണ് കഴിഞ്ഞ വർഷം കാണുന്നത്. അതായത് ഡിവിഡൻഡ് മാത്രം 9.8 മുതൽ 11.5% വരെയുണ്ട്. അതുപോലെ പവർ ഗ്രിഡിൻ്റെ ഇൻവിറ്റ് 10 മുതൽ 12% വരെ ഡിവിഡൻഡ് yield നൽകിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ വളർച്ച 12.97% ആണെന്ന് കാണാം. അതുപോലെ IRB ഇൻവിറ്റ്സ് റോഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോൾ പിരിവിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുള്ള IRB ഇൻവിറ്റിൻ്റെ ഡിവിഡൻഡ് yield 9.3 മുതൽ 10.5% വരെയാണ്. അതിൻ്റെ ഓവറോൾ ഒരു വർഷത്തെ വളർച്ച 12.3% ആണെന്ന് കാണാം. അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇൻവിറ്റ്സ് അതിൻ്റെ ഒരു ഡിവിഡൻഡ് yield 8% മുതൽ 9% വരെയാണ്. 15.44% ഒരു വളർച്ചയും കഴിഞ്ഞ ഒരു വർഷം അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻവിറ്റ്സുകളുടെ പ്രധാനമായിട്ടും അത് പാസീവ് ഇൻകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇൻവിറ്റ്സിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അവിടെ റീറ്റ്സിലെ പോലെ ഒരു ഗ്രോത്ത് നമുക്ക് അതിൻ്റെ യൂണിറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവ മികച്ച റിട്ടേൺ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിസ്റ്റഡ് ഇൻവിറ്റാണ്. എന്നാൽ ഇപ്പോൾ അത് അതിൻ്റെ ബുക്ക് വാല്യൂവിനേക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ പവർ ഗ്രിഡ് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷിതത്വം വളരെ കൂടുതലാണ്. ലിസ്റ്റിങ്ങിന് ശേഷം സ്ഥിരമായിട്ട് 10% മുകളിലുള്ള ഒരു ഡിവിഡൻഡ് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ അതിൻ്റെ NAVക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് ഇപ്പോൾ അത് ഒരു അണ്ടർ വാല്യൂഡ് ആണ്. അതുപോലെ IRB ഇൻവിറ്റ് റോഡ് മേഖലയിലുള്ള പ്രമുഖമായിട്ടൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂവിനേക്കാൾ വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വാല്യൂ ബൈങ് അവസരമാണ്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ഹൈവേ പ്രോജക്റ്റുകളായതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിക്ഷേപകർക്ക് ഏകദേശം 15% വരെ ലാഭം ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ബിസിനസ് സെഗ്മെൻറ്റിൽ സെലക്ട് ചെയ്യൂ എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ പവർ സെക്ടറിലാണെങ്കിൽ അവിടെ കൂടുതൽ സ്ഥിരതയുള്ളൊരു വരുമാനം ലഭിക്കുമ്പോൾ റോഡ് സെക്ടറിൽ ട്രാഫിക് വർധനവ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലാഭം ലഭിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ റീറ്റ്സും ഇൻവിറ്റ്സും പരിഗണിക്കുമ്പോൾ ഉള്ളത് അതിൻ്റെ ടാക്സേഷനാണ്. കാരണം ഇൻവിറ്റ്സിൽ നിന്നുള്ള വരുമാനത്തിന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഏത് ഹെഡിങ്ങിലാണ് നിങ്ങൾക്ക് ആ പണം ലഭിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ടാക്സ് വരിക. അപ്പോൾ ആ ഡിവിഡൻഡ് ഇൻകം ആണെങ്കിൽ ചില കേസിൽ ടാക്സ് എക്സംഷൻ ഉണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ കേസസ് അത് ഇൻകം ടാക്സിൻ്റെ നിങ്ങളുടെ സ്ലാബ് അനുസരിച്ചിട്ട് അത് ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകത്തിലാണ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ അതും ടാക്സുകളാണ്. അത് ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് 10%, 20%, 30% എന്ന രീതിയിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ ഈ TDS 10% പിടിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വരുമാനം അവർ നൽകുക. ഇതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ. നമുക്കറിയാം നമ്മൾ വാങ്ങുന്ന യൂണിറ്റിന് വില വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളത് ഷോർട്ട് ടേമിൽ നമ്മൾ സെല് ചെയ്യുമ്പോൾ ഒരു വർഷത്തിന് താഴെയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അതുപോലെ ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 3 വിധത്തിലുള്ള ടാക്സ് ആണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇൻവിറ്റ്സിലെ പോലെ തന്നെ റീറ്റ്സിലും അതേ രീതിയിലുള്ള ടാക്സേഷൻ ആണുള്ളത്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഉദാഹരണത്തിന് ഡിവിഡൻഡ് ഇൻകം അവിടെയും ഉണ്ട്. അപ്പോൾ ഏത് സ്കീമാണോ തിരഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡിവിഡൻഡ് ടാക്സബിൾ ആണ്. നമ്മൾ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് ടാക്സ് നൽകേണ്ടി വരും. അത് TDSൽ പിടിച്ചുകൊണ്ടാണ് നമുക്കത് കിട്ടുക. അതുപോലെ റെൻ്റൽ ഇൻകം ആണെങ്കിൽ അത് വാടക വരുമാനമാണ്. അതും ഇൻകം ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ചിട്ടുള്ള ടാക്സേഷൻ ആയിരിക്കും. അതേപോലെ ഇൻട്രസ്റ്റ് ഇൻകവും അതും ഇൻകം ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ചിട്ടുള്ള ടാക്സേഷനാണ്. അവിടെ നേരത്തെ സൂചിപ്പിച്ച ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഇൻവിറ്റ്സിനെ പോലെയാണ് തന്നെയാണ് റീറ്റ്സിലും. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പൂർണ്ണമായിട്ടും ഈ റോഡ് പ്രോജക്റ്റിലോ അല്ലെങ്കിൽ ബിൽഡിംഗ് പ്രോജക്റ്റിലോ ഒന്നും ഈ ട്രസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ അത് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്ന ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പറയുന്ന ഇൻട്രസ്റ്റ് ഇൻകം. അപ്പോൾ അത് വേറെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് റീറ്റ്സിനെ കുറിച്ചും ഇൻവിറ്റ്സിനെ കുറിച്ചും നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.